സോറിയാസിസ് ഉള്ളവർ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മരുന്ന് മാത്രം കഴിച്ചാൽ സോറിയാസിസ് മാറും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ ഹാബിറ്റ്സ് പോലും നമ്മുടെ സോറിയാസിസിൻ്റെ സിംറ്റംസ് പലപ്പോഴും ഫ്ലെയർ അപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കുക. ഓൾറെഡി സോറിയാസിസ് ഉള്ള ആൾക്കാർക്ക് സ്കിന്ന് ഡ്രൈ ആയിരിക്കും, കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡ്രൈനെസ് വരുന്തോറും ചൊറിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ സ്കിന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, സ്ട്രെസ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. ഈ സ്ട്രെസ്സ് കൂടുന്തോറും നമുക്ക് സിംറ്റംസ് ഫ്ലെയർ അപ്പ് ആവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഹിസ്റ്റമിനൊക്കെ റിലീസ് ആകുമ്പോൾ ചൊറിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമോഷണലി എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് മെഡിറ്റേഷനോ യോഗയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളെപ്പോഴും ചെയ്യുന്നത് നന്നായിരിക്കും. കൂട്ടത്തിൽ ഉറക്കത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉറക്കത്തിന് ഒരു സ്ലീപ്പ് നല്ലൊരു പാറ്റേൺ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ സോറിയാസിസ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻസ് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇൻഫെക്ഷൻസ് വരുന്തോറും ഈ നമ്മുടെ സിംറ്റംസ് ഫ്ലെയർ അപ്പ് ആവാൻ സാധ്യതയുണ്ട് സോറിയാസിൽ. അതുകൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ എന്ത് പനി ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുക. കാരണം ഇൻഫെക്ഷൻ കൂടുമ്പോൾ സോറിയാസിസ് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. അൺനെസസറി ആയിട്ടുള്ള സ്കിൻ ട്രോമകൾ കഴിയുന്നതും ഒഴിവാക്കുക. അതായത് നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ വല്ലാതെ കൂടുതലായിട്ട് ചൊറിയുന്ന സമയത്തൊക്കെ സ്കിന്നിൽ കൂടുതൽ ട്രോമ, അതായത് ഒരു മുറി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് സോറിയാസിസ് പിന്നെയും ട്രിഗർ ആവും. കൂടുതൽ ചൊറിച്ചിൽ കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ആൽക്കഹോൾ എടുക്കുന്നതും അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ശീലം ഒന്ന് വിടാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കൂട്ടുകയും നിങ്ങളുടെ സോറിയാസിസ് ഫ്ലെയർ അപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ഒരു റെസ്പോൺസ് കിട്ടില്ല വേണ്ട രീതിയിൽ. ഓക്കെ, സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം കെയർ ആവശ്യമുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. സോറിയാസിസിനെയും അലർജിനെയും പറ്റിയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്യുക.